എല്ലാവർക്കും ഒരിക്കൽ കൂടെ അബിക ടോക്സ് ആൻഡ് മ്യൂസിക് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ ജിൻസിയാണ്. ഒടുവിൽ ശാസ്ത്രലോകം കണ്ടെത്തി കഷണ്ടിയുടെ കാരണം മുടികൊഴിച്ചിലല്ല, പിന്നെ എന്താണ്? അതിനുള്ള പരിഹാരമാണ് ഇത്. അസൂയയ്ക്കും കഷണ്ടിക്കും മരുന്നില്ലെന്ന് കാലങ്ങളായി നമ്മൾ ഉപയോഗിച്ചു വരുന്ന ഒരു ചൊല്ലാണ്. പക്ഷെ ഇനി അത് മാറ്റി പിടിക്കേണ്ട സമയമായി. അസൂയയ്ക്ക് മരുന്നില്ലായിരിക്കാം, പക്ഷെ കഷണ്ടിക്ക് ഏറെക്കുറെ ഒരു പരിഹാരം ശാസ്ത്രലോകത്ത് ഉരുത്തിരിയുന്നുണ്ട്. മുടികൊഴിച്ചിൽ പ്രശ്നം സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാവരുടെയും ഒരു പ്രശ്നമാണ്. ഇതിന് പരിഹാരമുണ്ടെന്ന അവകാശവാദവുമായി പല മരുന്നുകളും ഉൽപ്പന്നങ്ങളും ചികിത്സകളും വിപണിയിൽ തകൃതിയായി മാർക്കറ്റ് ചെയ്യപ്പെടുന്നുമുണ്ട്. എന്നാൽ ഇവയിൽ പകുതിയിലേറെയും തട്ടിപ്പുകളാണെന്ന് കാശു കുറെ കയ്യിൽ നിന്നും പോയി കഴിയുമ്പോഴാണ് പലർക്കും മനസ്സിലാകുക. ഏതാണ്ട് 80% പുരുഷന്മാർ മുടികൊഴിച്ചിൽ അല്ലെങ്കിൽ കഷണ്ടി നേരിടുന്നതാണ് കണക്കുകൾ പറയപ്പെടുന്നത്. എന്നാൽ എന്താണ് ഇതിന് പരിഹാരമെന്നും ഇതെങ്ങനെ ഇല്ലാതാക്കാമെന്നും അടുത്ത കാലം വരെ ശാസ്ത്രലോകത്തിന് വലിയ അറിവുകളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ഇതാ കഷണ്ടിക്ക് കാരണം എന്താണെന്നും അതെങ്ങനെ കുറയ്ക്കാമെന്നും ശാസ്ത്രജ്ഞന്മാർക്ക് ചില അറിവുകൾ ലഭിച്ചതായാണ് വിവരം. കഷണ്ടി ഉണ്ടാകാനുള്ള കാരണം: കഷണ്ടി ഉള്ള ആളുകൾക്ക് യഥാർത്ഥത്തിൽ അവരുടെ മുടി നഷ്ടപ്പെടുന്നില്ല എന്നാണ് കണ്ടെത്തലുകൾ. പിന്നെ മുടി പുറകോട്ട് കാണുന്നില്ലല്ലോ എന്ന സംശയം ശരിയാണ്. കഷണ്ടി ഉണ്ടാകുമ്പോൾ മുടി ചുരുങ്ങിയാണ് ചെയ്യുന്നത്. സംഗതി പിടികിട്ടുന്നില്ല അല്ലേ? എന്നാൽ കഷണ്ടി ഇല്ലാതാക്കാൻ ചികിത്സകൾ വികസിപ്പിച്ചെടുക്കാൻ ശ്രമിക്കുന്ന ഹെയർ ക്ലോൺ കമ്പനിയുടെ സിഇഒ പോൾ എന്താണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. കഷണ്ടി എന്ന അവസ്ഥയിൽ മുടി ഇല്ലാതാകുന്നില്ല, അവ ചുരുങ്ങി ചുരുങ്ങി കാണാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ചെറുതാകുകയാണ് ചെയ്യുന്നത്. നമ്മുടെ രോമകൂപങ്ങളെ പൊതിഞ്ഞ് താഴെ കാണപ്പെടുന്ന ഡെർമൽ പാപ്പിലോ അഥവാ ത്വക്കിലെ ഒരു പ്രത്യേകതരം കോശം കാരണമാണ് ഇത് സംഭവിക്കുന്നത്. മുടി മുളയ്ക്കൽ, വളർച്ച, അതിന്റെ രൂപഘടന, കട്ടി എന്നിവ നിർണ്ണയിക്കുന്നതിൽ വളരെ പ്രധാനമാണ് ഈ കോശങ്ങൾ. ഓരോ രോമകൂപത്തിനും ചുറ്റും 1000-ഓളം ഇത്തരം കോശങ്ങൾ ഉണ്ടാകും. കഷണ്ടി ഉണ്ടാകുമ്പോൾ ഓരോ രോമകൂപത്തിനു ചുറ്റുമുള്ള ഈ കോശങ്ങളുടെ എണ്ണം കുറയാൻ തുടങ്ങുന്നു. ഇനി ഈ കോശങ്ങൾ കുറയാനുള്ള കാരണം തേടിപ്പോയാൽ പിന്നെയും ഒന്ന് മൂക്കത്ത് വിരൽ വെച്ച് പോകും. പുരുഷ ഹോർമോണായ ടെസ്റ്റോസ്റ്റിറോണിന്റെ ആക്റ്റീവ് രൂപമായ ഡൈഹൈഡ്രോ ടെസ്റ്റോസ്റ്റിറോൺ ആണ് ഈ കോശങ്ങളെ നശിപ്പിക്കുന്നത്. തലയുടെ വശങ്ങളിൽ ഡെൽമർ പാർട്ടിലോ കോശങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഉച്ചി എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന തലയ്ക്ക് മുകളിൽ ഡെർമൽ പാപ്പിലോ കോശങ്ങളാണ് ഡൈഹൈഡ്രോ ടെസ്റ്റോസ്റ്റിറോണിന്റെ ആക്രമണത്തിന് ആദ്യം ഇരയാകുന്നത്. പരിഹാരം എന്താണ്? കഷണ്ടിയുടെ കാരണത്തെക്കാളും അതിനുള്ള പരിഹാരം അറിയുന്നതിലായിരിക്കും മിക്കവർക്കും കൂടുതൽ താല്പര്യം. എന്നാൽ അറിഞ്ഞോളൂ, മുടി ക്ലോൺ ചെയ്യുന്നതാണ് കഷണ്ടിക്കുള്ള പരിഹാരം. ഡെർമൽ പാപ്പിലോ കോശങ്ങൾ നഷ്ടപ്പെടുന്നതാണല്ലോ കഷണ്ടിയുടെ കാരണം. അപ്പോൾ പിന്നെ അവയെ എങ്ങനെ പുനഃസ്ഥാപിക്കും എന്ന് കണ്ടെത്തലാണ് കഷണ്ടിയുടെ പരിഹാരമായി ഇരിക്കുന്നത്. ഹെയർ ക്ലോണിംഗ് അഥവാ മുടി ക്ലോൺ ചെയ്താൽ അല്ലെങ്കിൽ മുടി പെരുപ്പിക്കൽ എന്നതാണ് നിലവിൽ കഷണ്ടിക്കുള്ള ബെറ്റർ സൊല്യൂഷൻ. നിലവിൽ ഈ ചികിത്സ വ്യാപകമായിട്ടില്ല. മാത്രവുമല്ല, ലക്ഷക്കണക്കിനോ കോടിക്കണക്കിനോ രൂപ ഇതിനു വേണ്ടി വരികയും ചെയ്യും. എന്തായാലും വരും വർഷങ്ങളിൽ ഇത് പ്രചാരത്തിലാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഹെയർ ക്ലോണിംഗ് ചികിത്സാ രീതി: ആരോഗ്യമുള്ള, ചുരുങ്ങിപ്പോകാത്ത, വളർച്ചയുള്ള രോമകൂപങ്ങൾ തലയിൽ നിന്നും ശേഖരിക്കലാണ് ആദ്യഘട്ടം. ശേഖരിച്ച ശേഷം പിന്നീടുള്ള ഉപയോഗത്തിനായി ഇവ ശീതീകരിച്ച് സൂക്ഷിക്കും. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്രായമേറുന്നതിന് മുമ്പ് യുവാവായിരിക്കുമ്പോൾ തന്നെ കോശങ്ങൾ ശേഖരിക്കുകയും സൂക്ഷിക്കുകയാണ് നല്ലത്. കഷണ്ടി ഉണ്ടാകുന്നതായി കണ്ടെത്തി കഴിഞ്ഞാൽ ശീതീകരിച്ച് സൂക്ഷിക്കുന്ന രോമകൂപങ്ങൾ ലാബിൽ കൊണ്ടുപോയി ഐസൊലേറ്റ് ചെയ്ത് എണ്ണം പെരുപ്പിക്കണം. 1000-കണക്കിന് തവണ ഇവയെ എണ്ണത്തിൽ പെരുപ്പിക്കാൻ സാധിക്കുമെന്നാണ് ഹെയർ ക്ലോണിംഗ് ഗവേഷണ വിഭാഗം മേധാവി ഡോക്ടർ ജെന്നിഫർ ഡില്യൻ പറയുന്നത്. ലാബിൽ എണ്ണം ഇരട്ടിപ്പിച്ച ഡെർമൽ പാപ്പിലോ കോശങ്ങളെ തലയിൽ കഷണ്ടിയുള്ള ഇടങ്ങളിലേക്ക് കുത്തിവെക്കുകയാണ് അടുത്ത ഘട്ടം. കൊഴുപ്പ് കോശങ്ങളിൽ നിന്നും മുടി ഉണ്ടാക്കാം. കഷണ്ടിക്ക് ക്ലോണിംഗ് മാത്രമല്ല പരിഹാരം. നവംബറിൽ കോസ്മെറ്റിക് ഡെർമറ്റോളജി പ്രസിദ്ധീകരിച്ച ഒരു പഠനത്തിൽ ഉദരഭാഗത്തു നിന്നും എടുക്കുന്ന കൊഴുപ്പ് കോശങ്ങളിൽ നിന്നും മുടി ഉണ്ടാക്കാമെന്ന് കണ്ടെത്തലുണ്ടായി. ഓട്ടോലോഗസ് ഫാറ്റ് ഗ്രാഫ്റ്റിംഗ് എന്നാണ് ഈ ചികിത്സാ രീതിയുടെ പേര്. സ്റ്റെം സെൽസ് അഥവാ വിത്തുകോശ തെറാപ്പിയുടെ വിഭാഗത്തിലാണ് ഈ ചികിത്സാ രീതി വരുന്നത്. ആരോഗ്യമുള്ള കേശകോശങ്ങളെ ശീതീകരിക്കുന്നതിന് പകരമായി എപ്പോൾ വേണമെങ്കിലും ആവശ്യക്കാരുടെ ശരീരത്തിൽ നിന്നും വിത്തുകോശങ്ങളെ എടുത്ത് ജനിതകപരമായി ആക്ടിവേറ്റ് ചെയ്ത് ആവശ്യമുള്ള കേശകോശങ്ങളാക്കി മാറ്റാം. അല്പം കൂടി കാത്തിരിക്കണം. കഷണ്ടിക്കുള്ള ഉത്തമ പ്രതിവിധികൾ എന്ന നിലയിൽ ശാസ്ത്രലോകത്ത് ഏറെ പരീക്ഷണ നിരീക്ഷണങ്ങൾക്ക് വിധേയമാകുന്ന ചികിത്സാ രീതികളാണ് മുകളിൽ നാം പറഞ്ഞത്. പക്ഷേ ഇത് ആവശ്യക്കാർക്ക് ലഭ്യമാകാൻ അല്പം കൂടെ കാത്തിരിക്കണം. ക്ലിനിക്കൽ പരിശോധനകൾക്ക് ശേഷം ആവശ്യമായ അനുമതികൾ കൂടി കിട്ടിയെങ്കിൽ മാത്രമേ ഇവ വിപണിയിൽ എത്തുകയുള്ളൂ. ഈ വീഡിയോ പൊതുജനങ്ങൾക്കായി ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ. താങ്ക് യു.